ഘടകകക്ഷികളെ ചാരി രക്ഷപ്പെടാം എന്ന് കരുതരുത് എന്ന് പ്രതിപക്ഷത്തോടാണ്. നിങ്ങളോട് പറയാനുള്ള ഞാൻ ഒരു മടിയിലാണ് നിങ്ങളോട് നേരിട്ട് പറയുന്ന ആളല്ലേ. നിങ്ങളും പ്രതിപക്ഷം ഒന്നാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ കാണുന്നില്ല ഞാൻ. ഇവിടെ ഒരു ഘടകകക്ഷിയുടെയും പ്രസ്താവന വന്നിട്ടില്ല, അങ്ങനെയല്ലേ? ഒരു ഘടകകക്ഷിയും ഇതിന് ഈ പറയുന്ന തരത്തിൽ പ്രസ്താവന നടത്തിയിട്ടില്ല. മാധ്യമങ്ങളിൽ പല വാർത്തകളും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഞാനിപ്പോൾ ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി വ്യക്തമാക്കാം. വെള്ളത്തെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള ആശങ്ക സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ അനാവശ്യമായിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ട ആശങ്കയിൽ പലരും പെട്ടുപോയിട്ടുണ്ടാവും. മലമ്പുഴ ഡാമിൽ നിന്ന് പാലക്കാട് നഗരത്തിന് കൊടുക്കുന്ന വെള്ളത്തിന്റെ 1.1% മാത്രമാണ് ഇവിടെ ഈ പ്ലാന്റിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്നത്. 1.1%. ഞാൻ ചുരുക്കി പറയാം, വിശദമായ കണക്ക് പറഞ്ഞതാണല്ലോ, വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്. അതിനു പുറമെ 5 ഏക്കറയിൽ മഴവെള്ള സംഭരണിയും അവിടെ സ്ഥാപിക്കും. അതുകൊണ്ട് എന്താണ് ആശങ്ക? ഒന്ന്, ഭൂഗർഭജലം എടുക്കുമോ എന്നുള്ളതാണ്, അല്ലേ? അതല്ലേ ആശങ്ക? ഇതാ വീണ്ടും ആ പാലക്കാട്ട് പറഞ്ഞു, ഇവിടെ പറയുന്നു. എത്ര വട്ടം ആവർത്തിക്കണം? ഒരു തുള്ളി ഭൂഗർഭജലം എടുക്കാൻ അനുവദിക്കില്ല. കഴിഞ്ഞില്ല. ഒരു തുള്ളി ഭൂഗർഭജലം അനുവദിക്കില്ല. അത് പറയേണ്ട ആൾ ഞാനാണ്, ഈ സർക്കാരാണ്. അതാണ് ഇപ്പൊ പറയുന്നത്. അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. യിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ അധിക വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല. ഉമ്മൻചാണ്ടി അധ്യക്ഷനുണ്ട്, ആ യോഗത്തിന്റെ തീരുമാനമുണ്ട്. 10 MLD എന്ന് പറഞ്ഞാൽ 10 ദശലക്ഷം ലിറ്റർ പെർ ഡേ വെള്ളം കിൻഫ്രയ്ക്ക് കൊടുക്കാൻ. ആ വെള്ളത്തിൽ നിന്ന് ഇപ്പൊ കൊടുക്കുന്നത് കിൻഫ്രയ്ക്കും IITക്കുമാണ്. കിൻഫ്രയ്ക്ക് കൊടുക്കുന്നതിൽ നിന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൊടുക്കും. CP യുടെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തോളാം, അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കരുത്.